അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിലുകൾ നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ. ഈ മഹത്തായ ഇന്നത്തെ ഈ ഒരു മജ്ലിസിൽ നമ്മൾ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ് 129 തവണ അതിൻ്റെ എണ്ണമാണ്. ആ എണ്ണമാണ് നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത്. അതിൻ്റെ മഹത്വം അറിഞ്ഞാൽ ഒരൊറ്റ ദിവസവും നമ്മൾ ഇത് ചൊല്ലാതിരിക്കൂല, ഇത് ഒഴിവാക്കൂല. വലിയ മഹത്വമാണ് അതിനിക്ക്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഭയങ്ങളുണ്ടെങ്കിൽ ഇത് സ്ഥിരമായി ചെല്ലുന്ന ആൾക്കാർക്ക് അള്ളാഹു തആല മനസ്സിന് നല്ല ധൈര്യം നൽകും. മനസ്സിന്റെ വെറുതെയുള്ള പേടികളൊക്കെ അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. മാത്രവുമല്ല, ശത്രുക്കളുടെ മനസ്സിൽ അവനെ കുറിച്ചൊരു പേടി അള്ളാഹു കൊടുക്കും. നമ്മളോട് അള്ളാഹു തആല മറ്റുള്ളവർക്കൊരു ബഹുമാനം കൊടുക്കും. മാത്രമല്ല, നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഇത് ചൊല്ലി ദുആ ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു തആല ഹാസിലാക്കി തരും. ഒരുപാട് മഹത്വങ്ങൾ ഇനിയും ഇതിന് പറയാനുണ്ട്. അത്രയും മഹത്വമുള്ള ഒരു ഇസ്മാണെന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. 129 തവണ എല്ലാ ദിവസവും യാ അല്ലാഹ് എന്ന് ആ ലത്തീഫ് എന്ന ഇസ്മിനോട് കൂട്ടിക്കൊണ്ട് നമ്മൾ ചൊല്ലുക. റബ്ബ് നമുക്ക് ഖൈർ നൽകട്ടെ. എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഈ വീഡിയോ എടുത്തിട്ട് ചൊല്ലിക്കോളൂ. അല്ലാഹു തആല ഖൈറിന്റെ വഴികൾ നമുക്ക് തുറന്നു തരട്ടെ. റബ്ബിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ, റബ്ബിന്റെ അസ്മാകൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനേക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ജീവിതം വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്,
يا لطيف يا الله 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 الحمد لله رب العالمين اللهم صل على سيدنا محمد റബ്ബേ കബൂലാക്കണേ. യാ ലത്തീഫ് എന്ന 129 തവണ ഇസ്മ ഞങ്ങൾ ചൊല്ലിയത് ഏതൊരു മുറാദ് വെച്ചിട്ടാണോ ആ മുറാദ് ഞങ്ങൾക്ക് ഹാസിലാക്കി തരണേ. ഇത് 129 തവണ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന നീ നൽകുന്ന എല്ലാ ഖൈറും ബറക്കത്തും വിജയവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.